പോയി ചെയ്ത് നോക്കിയായിരുന്നോ? നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് മാത്രമേ നമുക്കിത് ഇതിനിപ്പോൾ മാക്സിമം ഒരു 2 ക്വസ്റ്റ്യൻ വരുമായിരിക്കും. ഇതായത് ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഒരു 2 ക്വസ്റ്റ്യൻ. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഏതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു? ഇത് നിങ്ങൾ സൈൻ തീറ്റ ഇവർ സൈൻ തീറ്റ കോസ് തീറ്റ വെച്ച് ചെയ്യാൻ മതി. സൈൻ തീറ്റ കോസ് തീറ്റ വെച്ച് ചെയ്ത് നോക്കിയായിരുന്നോ? നോക്കിയോ? ചെയ്യാൻ പറ്റുന്നില്ലേ? ഏതാണ് എളുപ്പം തോന്നുന്നത്? അതാണ് എളുപ്പമായിട്ട് തോന്നിയത്? രണ്ടും എനിക്ക് തോന്നുന്നു രണ്ടും ഒരുപോലെ തന്നെ. നമ്മൾ ആ ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. മറ്റടുത്ത് സൈൻ തീറ്റ കോസ് തീറ്റ വരുന്നത്. പിന്നെ ഇത് കണ്ടിന്യൂറ്റി വരും. എല്ലാം നമ്മൾ ആ പ്രൈമറി റേഷ്യോയിലോട്ട് മാറ്റി ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ 1 + CK ഡിവൈഡഡ് ബൈ CK ഈസ് ഈക്വൽ ടു sin square A by 1 - cos A. നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ LHSലും RHSലും നമുക്ക് പൊതുവായിട്ട് ഇനിയും സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിക്കോസ് sin square A എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് sin square A. എന്താണ് sin square A? 1 - cos square. Yeah, 1 - cos square A. So when you put 1 - cos square A, it is of the form A square minus B square. So 1 - cos square A means 1 + cos A into 1 - cos A. So 1 - cos A, 1 - cos A get cancelled. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും 1 + cos A you get here. അതുപോലെ തന്നെ ഈ 1 + CK can also be further simplified. അപ്പോൾ നമ്മളപ്പോൾ അത് ആദ്യം ആ LHS എടുത്ത് അതുപോലെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1 + CK എന്ന് പറയുന്നത് എന്താ? ഡിവൈഡഡ് ബൈ CK is equal to what? 1 + 1 / cos A divided by 1 / cos A which is equal to cos A plus 1 by cos A divided by 1 by cos A. അപ്പോൾ cos A and both get cancelled and you get cos A plus 1. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് 1 + CK by CK എന്നിട്ട് ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ cos A plus 1 ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പോൾ cos A plus 1 പകരം sin square A by 1 - cos A എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് അതിലേക്ക് പോകണം. ഇതിൽ നിന്ന് അതിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഇതിലേക്കും സംതിങ് നീഡ്സ് ടു ബി മൾട്ടിപ്ലൈ ടു ദിസ് RHS. cos A plus 1 നമ്മൾ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തേ ഇതിലേക്ക് പോകാൻ പറ്റും. കാരണം ഇത് പ്രൈമറി റേഷ്യോ ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പോൾ ഇവിടെ അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ആ ഐഡിയ നമുക്ക് മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്കിനി RHS എടുത്തിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്നും എങ്ങനെ ഈ RHSലേക്ക് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? sin square A by 1 - cos A is given as RHS. ഞാൻ പറഞ്ഞ ഈ LHSും RHSും എടുത്ത് രണ്ടും സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊന്നും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് പോസിബിളല്ല. അതായത് 4 ഓപ്ഷൻ തന്നിരിക്കുമെങ്കിൽ 4 എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയയാണ് തരുന്നത്. ഇത്തരം പോസിബിലിറ്റീസ് ആർ അവൈലബിൾ. മനസ്സിലായില്ലേ? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടും. കാരണം വൺസ് നമ്മൾ ആ ഒരു ഐഡിയ ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫെമിലിയർ കോൺസെപ്റ്റായി. അപ്പോൾ ഇതേ സാധനം ഇൻസ്റ്റെഡ് ഓഫ് 1 + CK by CK നിങ്ങളെടുത്ത് ചിലപ്പോൾ sin square A by 1 - cos A ആയിരിക്കും ചോദിക്കാം. എന്നിട്ട് sin square A by 1 - cos A equal to what എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ ഓപ്ഷൻ തരാം. കാരണം ഇതിൽ തന്നെ കിട്ടണമല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് 2 ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും 2 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് MCQവിന് ചോദിക്കപ്പെടാം. അതങ്ങനെ തന്നെ ചിന്തിച്ചു. അപ്പോൾ വാട്ട് ഈസ് sin square A? നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് 1 - എന്താണ് cos square A by 1 - cos A. And again this 1 - cos square A can be expanded as what? In its factor 1 + cos A into 1 - cos A. Which identity is used here? ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്ത? A into A minus B it is of the അതാണ് ഇത് A² - B² ഫോമാണ്. that is A + B into A - 1. ഇതിൽ trigonometry
ജാതത്തോ എന്താ മീൻസ് ഇതിൽ കൂടുതലും എന്താണ് ആൾജിബ്രയാണ് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഇതിൽ ആകെ കൂടെ നമുക്ക് ഈ സൈൻ സ്ക്വയറേക്ക് നമ്മൾ 1 - cos സ്ക്വയർ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തവും ഒരു ആൾജിബ്രാക്ക് എക്സ്പ്രഷൻ. ഇറ്റ് ഈസ് ലൈക്ക് സം 1 - x സ്ക്വയർ. അങ്ങനെ നിങ്ങൾ ചോദിച്ചു 1 - x സ്ക്വയർ ബൈ 1 - x ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യത്തില്ലേ? നിങ്ങളെ ഒരു പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ഇങ്ങനെ നിങ്ങൾക്കൊരു പിടി കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ ഇതിൽ 2 കോൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ്. അതായത് ആൾജിബ്ര നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രോബ്ലം ആയിരിക്കത്തില്ല. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 - cos 1 - cos ഗെറ്റ് ക്യാൻസൽ ആൻഡ് യു ഗെറ്റ് വാട്ട് 1 + cos there. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ 1 + cos എന്ന് പറയുന്നത് ഇതിൻ്റെയും ആൻസറാണ്, ഇതിൻ്റെയും ആൻസറാണ്. ഇത് രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് നമ്മളെടുത്ത് ചോദിക്കാം. 2 ചോദിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. വർഷങ്ങളായിട്ട് CBSE പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനും കൂടെയാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം പർഡൗട്ട് എക്സാമ്പിളിലും ഉണ്ട്. അപ്പോൾ അതിന് ഒരു ലോജിക്കാണുള്ളത്. ആ ലോജിക്ക് ഞാൻ പറയാം. അതായത് ഇവരിപ്പോൾ നമ്മളെടുത്ത് പറയുകയാണ്, അതിപ്പോൾ പ്രൂവ് ദാറ്റ് എന്ന് പറയും. ഇതിനകത്ത് പല ഓപ്ഷൻസ് ചോദിക്കാം. ഇപ്പം ഈ cosec + cot പകരം നമ്മളെടുത്ത് വാട്ട് ഈസ് cosec + cot 1/sin A പ്ലസ് cos A/sin A വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 1 + cos A/sin A. അല്ല 1 + cos A/sin A. മനസ്സിലായോ? ഇനി ഇതിനെയും പിന്നെയും ചിലർ എന്ത് ചെയ്യുന്നറിയാം, ഇതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ചില സ്ഥലത്ത്. 1 + sin A ബൈ 1 + cos A/sin A പകരം 1 + cos A/sin A ഇൻറ്റു sin A കൊടുക്കും. ഇവിടെയും sin A കൊടുക്കും. ബിക്കോസ് വി മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദിസ് എക്സ്പ്രഷൻ ബൈ ദ സെയിം റേഷ്യോ. അപ്പോൾ അത് ഒരിക്കലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ആകത്തില്ല. സോ വാട്ട് ഇറ്റ് ബിക്കംസ്, ഇറ്റ് ഈസ് 1 + cos A ഇൻറ്റു sin A divided by sin square എന്ന് വരും. പിന്നെ again you expand this, so 1 + cos A by into sin A divided by 1 - cos square A. And now you check 1 + cos A by 1 - cos square A. അതെന്തായി മാറും? 1 + cos A by 1 - cos square എന്താ? 1 + cos A by into sin A 1 + cos A into 1 - cos A. അപ്പോൾ ഈ 1 + cos A 1 + cos A get cancelled, it become എന്താ sin A by 1 - sin A 1 - cos A 1 - cos A. അപ്പോൾ ഇതിനകത്തുനിന്ന് മറ്റൊരു പ്രൂഫും നമ്മളടുത്ത് ചോദിക്കുക. നമ്മളത് എന്ത് ചോദിക്കാൻ പറ്റും? cosec + cot എന്ന് പ്രൂവ് ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യാൻ പറയാം? പറഞ്ഞോ 1 + cos A by sin A എന്ന് പ്രൂവ് ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യാൻ പറയാം? ഈക്വൽ ടു sin A by 1 - cos A. കേട്ടോ, അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇത് ഈക്വൽ ടു ഇതാണ്, ഇത് ഈക്വൽ ടു ഇതാണ്. ഇതെല്ലാം എങ്ങനെ എത്തുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ബിക്കോസ് ഈ 1 + cos Aയും 1 - cos Aയും കോൺജുഗേറ്റായി വരുന്നിടത്തോളം നമുക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒരുപാട് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിട്ടിരിക്കാനാണ് പറയണം. ഒരു പക്ഷേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് ആൻ ഓപ്ഷൻ ടു ഫെമിലറൈസ് എ മെത്തേഡ്. അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. എങ്ങനെ 1 + cos A by sin A യിൽ നിന്നും sin A by 1 - cos A. So almost it's like a reciprocal, but here it is 1 - cos A, here it is 1 + cos A. അല്ലേ? ആ വ്യത്യാസമല്ലേ ഉള്ളൂ? അല്ലേ? സി 1 + cos A by sin A ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു sin A by 1 - cos A തുല്യമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എന്താ ചെയ്തേ നമ്മൾ? വി മൾട്ടിപ്ലൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് 1 + cos A by sin A by sin A. അപ്പോൾ എന്ത് പറ്റി? ഈ sin A മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 + cos A into sin A. വി ഡിഡ് നോട്ട് ഡിസ്റ്റർബ് ദറ്റ് 1 + cos A into sin A എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോയില്ല. വി കെപ്റ്റ് വാട്ട് 1 + cos A into sin A as it is, and you multiplied the sin A into sin A, it is become sin square A, and sin square A again you change to 1 - cos square A. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ബിക്കോസ് വി ഹാവ് an insight here. എന്താണ് ആ ഇൻസൈറ്റ്?
this 1 plus cos A got cancelled when you expand this 1 minus cos square A to its factors. Because we know 1 minus cos square A can be expanded or factorized as what 1 plus cos A into 1 minus cos A. That 1 plus cos A in 1 minus cos square A get cancelled with 1 plus cos A on the numerator. So അത് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഓടി ഓടി വരണം. Is that clear? Is that clear? അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചോദിക്കാം? cosec A plus cot A or 1 plus cos A by sin A or sin A by 1 minus cos A. അപ്പോൾ ഈ ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് ചോദിക്കപ്പെടാവുന്നതാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ വീഡിയോ ഉള്ളിടത്തോളം നിങ്ങൾക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. ഇനി എങ്ങനെ ഇതിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി നോക്കിയേ, നമ്മളിവിടെ cos A minus sin A plus 1 divided by cos A plus sin A minus 1. ആക്ച്വലി ഇവിടെ നമുക്കിനി ഫർദർ ഇതിനെ പ്രൈമറി റേഷ്യോയിലോട്ട് പോയാൽ പോലും നമ്മൾ കണ്ടു 1 by sin A plus cos A by sin A, that is 1 plus cos A by sin A. അത്രയും നിന്ന് നിൽക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ sin A by 1 minus cos A എന്ന് എഴുതാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം നമ്മളൊരു പ്രത്യേക മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് നമുക്ക് നോക്കാം. LHS എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്? എന്താണ്? cos A മൈനസ് sin A പ്ലസ് 1 ഡിവൈഡഡ് ബൈ cos A പ്ലസ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ചിലപ്പോൾ ചോദിക്കാം. കാരണം ഇതിനെ നമ്മൾ കരുത്തിലെടുത്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? വാട്ട് ഈസ് ആക്ച്വലി യു എക്സ്പെക്റ്റഡ് ആസ് യുവർ ആൻസർ? എന്താ നമ്മുടെ ആൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? cosec A പ്ലസ് cot A അല്ലേ? cosec A പ്ലസ് cot A അല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ആണോ? യെസ് ഓർ നോ? ആ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ നമുക്ക് കോസയും സൈനയും കോസയും സൈനയും ഇതൊന്നും അല്ല വേണ്ടത്. പകരം ഇവിടെ എന്ത് വേണം? കൊസിക്കയും കോട്ടയും വേണം. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ. അപ്പോൾ ഈ കോസയും സൈനയും എങ്ങനെയാണ് നമ്മൾ കൊസിക്കയും കോട്ടയും ഒക്കെ ആയിട്ട് മാറ്റാം? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മളെങ്ങനെ മാറ്റും? വല്ല രക്ഷയുണ്ടോ? കോസയെ എങ്ങനെ കോട്ടയാക്കാം, അല്ലെങ്കിൽ സൈനയെ എങ്ങനെ കൊസിക്കയാക്കാം, അല്ലെങ്കിൽ കോട്ടയാക്കാം? പറ്റുമോ എന്തെങ്കിലും? ഇപ്പം ഞാനിവിടെ ഒരു എഴുതാം, ഇത് കോസെ എന്ന് എഴുതി. വാട്ട് കോസെ പ്ലസ് സം സൈനെ, ഞാനൊരു എക്സ്പ്രഷൻ എഴുതി. ഞാൻ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ സൈനെ പുറത്തെടുത്തു എന്ന് വെച്ചു. ഞാൻ ഇതിനകത്തുനിന്ന് സൈനെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ദിസ് പെർട്ടിക്കുലർ ടേം ഇസ് നോട്ട് ഹാവിങ് സൈനെ, അല്ലേ? ഈ പെർട്ടിക്കുലർ ടേമിൽ എന്തില്ല? സൈനെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് സാർ ഇതിന് കോമൺ എടുക്കുക? ദിസ് ടേം ഇറ്റ്സ് ഓക്കെ. വെൻ യു ടേക്ക് സൈനെ ഔട്ട്സൈഡ് ഫ്രം ദീസ് ടു ടേംസ്, ഈ ടേമാണ് നിങ്ങളെ കുഴക്കുന്നത്. കാരണം കോസെ മാത്രമുള്ള ആ ടേമിൽ നിന്ന് സൈനെ എടുക്കാൻ പറ്റില്ല. ബട്ട് in the case of this term, you can take sine outside because it is 1 into sine, so sine can be taken out. But what about this cos A? Is it possible to take a sine outside from this cos A? പറ്റൂ. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ 2 പ്ലസ് എക്സ്, 2 പ്ലസ് 2 some 4x, let it be 4x എന്നും ഒരു എക്സ്പ്രഷൻ. I want to take 4 outside. എനിക്ക് എത്ര എടുക്കണം? 4 പുറത്തെടുക്കണം. അപ്പോൾ ഞാൻ ആ 4 ഇങ്ങ് പുറത്തെടുത്തു. അപ്പോൾ നമുക്കറിയാം, when you multiply here we should get 2. അപ്പോൾ 4 ഞാൻ ഇവിടുന്ന് പുറത്തെടുക്കണമെങ്കിൽ ഇവിടെ ഓക്കെ 4xൽ നിന്ന് 4 പോയാൽ പിന്നെ x ഉണ്ട്. ബട്ട് ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് ബി ഹിയർ സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ബിക്കം 2? എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? 1/2 അല്ലേ? 1/2 സംശയമില്ലല്ലോ. ബിക്കോസ് 4 into 1/2 ആണ് ഇവിടെ 2. ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതാം. 3 ഓക്കെ 1 പ്ലസ് 3x. I want to take 3 outside.
എനിക്ക് 3 എനിക്ക് പുറത്തെടുക്കണം. സോ ഐ ടുക്ക് 3 ഔട്ട്സൈഡ് പ്ലസ് ഇവിടെ 1x ബിക്കോസ് 3 ഹാസ് ടേക്കൺ ഔട്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? ബിക്കോസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് നമ്പർ, അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇതും ഇൻറ്റു അങ്ങനെയാണല്ലോ ഇത് കിട്ടുന്നത്. 3 into 1x 3x. 3 into dash is equal to 1. So what should be here? എത്രയാ? 1/3. 1/3 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 into 1/3 നമുക്ക് 1 കിട്ടും. സോ ദിസ് ടേം കംസ് ഹിയർ വിൽ ബി 1/3. നമുക്കിത് ക്ലിയർ ആണ്. അപ്പോൾ ഇനി ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇവിടെ എനിക്ക് എന്താ എടുക്കേണ്ടത്? വാട്ട് ഐ വോണ്ട് ടു ടേക്ക് ഹിയർ ഈസ് സൈൻ എ. സോ വാട്ട് ഷുഡ് ബി ദ ടേം ഹിയർ? കോസയുടെ സ്ഥലത്ത് എന്ത് വരണം? കോസെ ബൈ സൈനെ. കോസെ ബൈ സൈനെ വന്നാൽ മതി അല്ലേ? ഇപ്പോൾ എന്നാൽ ഈ സൈനെ ഇൻറ്റു കോസെ ബൈ സൈനെ, സൈനെ ഗെറ്റ് ക്യാൻസൽ, യു ഗെറ്റ് കോസെ ബാക്ക് ആൻഡ് സൈനെ ഇൻറ്റു 1 സൈനെ. ശരിയല്ലേ? സംശയമുണ്ടോ? ഇത് സംശയമുണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി ഈ കോസെ ബൈ സൈനെ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് കോസെ ബൈ സൈനെ? കോട്ടെ. അപ്പം നമ്മൾ ഇനിയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് വേണം ചെയ്യാൻ. വാട്ട് ടു ബി ടേക്കൺ ഔട്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഏതർ യു ക്യാൻ ടേക്ക് കോസെ ഔട്ട്സൈഡ് ഓർ സൈനെ ഔട്ട്സൈഡ്. ഇനി കോസെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഞാൻ കോസെ പുറത്തെടുത്തു, ഇതെന്തായി മാറും? കോസെ ഇൻറ്റു പറഞ്ഞേ, വെറുതെ ഞാൻ കോസെ പുറത്തെടുത്ത് നോക്കുക. എന്താ കിട്ടുക? ഇൻറ്റു വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം ഹിയർ? ഫസ്റ്റ് ടൈം എന്തായിരിക്കും? കോസെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1. What is the second term in this? What is the Sine by cose. Sine by cose. What is the third term in this? It was 1 here. I took cose outside. So when I multiplied it back, you get 1. So what should be here? 1 by cose. 1 by cose. അത്രേ ഉള്ളൂ. Because cos into 1 by cos you get 1. So this 1 remains. ഇനി ഇതൊന്ന് മനസ്സിലാക്കി നോക്കൂ. What is sin a by cos a? Tan a. What is 1 by cos a? Sin a by cos a കോട്ടയാണോ മോനെ? It is tan a. What is 1 by cos a? What is 1 by cos a? What is 1 by cos a? 1 by cos a എന്താണ്? പെട്ടെന്ന് പറ. CK. സോ നമുക്ക് കിട്ടുന്നത് ടാനയും CKയും ആയിരിക്കും ഇവിടെ കിട്ടുക. ബട്ട് നമ്മുടെ ആൻസറിൽ എന്താ വേണ്ടേ? കൊസീക്കും കോട്ടും. അപ്പോൾ ഇവിടെ കോസ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉപയോഗമില്ല എന്ന് മനസ്സിലായി. സോ വാട്ട് ടു ബി ടേക്കൺ ഹിയർ? അവിടെ എന്തെടുക്കേണ്ടി വരും? കോസ് എടുത്തതുകൊണ്ടാണല്ലോ നമുക്ക് ടാനും സീക്കും വന്നു. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? കൊസീക്കും കോട്ടും. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. എന്താ കൊസീക്കിൻ്റെ ഡിനോമിനേറ്റർ വരിക? കൊസീക്കിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. ഞാൻ ചോദിച്ചത് കൊസീക്കിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, പ്രൈമറി റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താ വരിക? 1 by what is that? 1 by what is cosec? 1 by 1 by sin. What is cot a? What is cos a by sin. അപ്പോൾ cos a by sin, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നമുക്ക് മനസ്സിലായി. sin a ആണ് അവരുടെ ഡിനോമിനേറ്റർ. അതിനർത്ഥം we must take sin a outside. So we take sin a outside. Once we take sin a outside, here it is only cos a. So how do we take sin a outside from this term cos a? Cos a യിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ sin a പുറത്തെടുക്കുക? cos a by sin. Very good. It becomes cos a by sin a. അർത്ഥം minus sin a, we can take sin a outside. So what remains here? 1. Then plus, it is 1 here. So when you take cos a, sin a outside, what's remaining here then? എന്തായിരിക്കും ഉണ്ടാവുക? 1 by sin. 1 by sin a. Okay. Similarly, take
സൈൻ എ ഫ്രം ദ ഡിനോമിനേറ്റർ ഓൾസോ, ബിക്കോസ് അതിനും മാറ്റണമല്ലോ. എന്താ വേണ്ടേ? കോസ് എ ബൈ സൈൻ എ, ഓക്കെ, പ്ലസ് 1 മൈനസ് 1 ബൈ എന്താണ് സൈൻ. ശരിയല്ലേ? ശരിയല്ലേ? So sin A get cancelled. Then you expand. So again you write what cos A by sin A as what? Cot A minus 1 plus cosec A the whole divided by cot A plus 1 minus cosec A. So ഇവിടെ വീണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. cot A ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ടെ ഞാനിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കോസിക്ക് മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ടെ മൈനസ് കോസിക്ക് പ്ലസ് 1. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ഇതല്ല. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? നമ്മൾ കയ്യിലിപ്പോൾ കിട്ടിയത് കൊസിക്കയും കോട്ടയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അവിടെ കൊസിക്ക പ്ലസ് കോട്ടയം മൈനസ് 1 വരുന്നുണ്ട്. കൊസിക്ക ഇവിടെ കോട്ടയം മൈനസ് കൊസിക്കയാണ് ഉള്ളത്. അപ്പം അതിനർത്ഥം ഇത് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത് ശരിക്കും? കൊസിക്ക പ്ലസ് കോട്ടയം ഉണ്ട് ന്യൂമറേറ്റർ അല്ലേ? ഡിനോമിനേറ്റർ ഇതിൻ്റെ വാട്ട് ഈസ് ദ ഡിനോമിനേറ്റർ ഓഫ് കൊസിക്ക പ്ലസ് കോട്ടയം? ഇറ്റ് ഈസ് 1 അല്ലേ? അവിടെ 1 ആണ്. 2ൻ്റെ ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ ഇവിടെ കൊസിക്ക പ്ലസ് കോട്ടെ അല്ല ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ കിട്ടിയതിൽ ഒരു മൈനസ് 1 ഉണ്ട്. ഈ ടേമിൽ നിന്ന് ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം വി ഹാവ് ടു സിംപ്ലിഫൈ ഇറ്റ് എഗെയിൻ. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ പോസിബിലിറ്റീസ് ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട ഈ ടേം നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് വേണ്ടത് ഈ കൊസിക്ക പ്ലസ് കോട്ടയാണ് ആൻസർ. അപ്പോൾ നമ്മൾ ആ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കൊസിക്ക പ്ലസ് കോട്ടയെ കൊണ്ട് ഞാനങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. കോട്ടെ പ്ലസ് കൊസിക്ക മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ കോട്ടെ മൈനസ് കൊസിക്ക പ്ലസ് 1. എന്നിട്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? വാട്ട് ഈസ് റിക്വയർഡ് ഹിയർ? കൊസിക്ക പ്ലസ് കോട്ടെ. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എന്നിട്ട് സിമ്പിൾ ലോജിക്കാണ്. എന്നിട്ട് ഈ ടേം ഉണ്ടല്ലോ കൊസിക്ക പ്ലസ് കോട്ടയെന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത ഈ പോർഷൻ ഇതിനെ ഒന്നും ചെയ്യാതെ അതുപോലെ നിലനിർത്തും. ബാക്കി എല്ലാം കൂടെ ചേർന്ന് 1 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കൊസിക്ക പ്ലസ് കോട്ടയെ കിട്ടൂലേ? ഞാൻ പറഞ്ഞ മനസ്സിലായ? നമുക്ക് വേണ്ടത് കൊസിക്ക പ്ലസ് കോട്ടയാണ്. അപ്പോൾ ഇതിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഐ എം നോട്ട് ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് ദിസ് ടേം. കാരണം അത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു എക്സ്പാൻഷൻ ആവും. പക്ഷേ അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നില്ല. കാരണം എന്താ? വി റിക്വയർ ദിസ് ടേം ഇൻ ദ ആൻസർ. ഇത് മാത്രം മതി. ഈ ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്ന് 1 ആയെങ്കിൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. അപ്പോൾ നമുക്ക് നോക്കാം. തൽക്കാലം ഇതിനെ അങ്ങനെ തന്നെ ഇടാം. കാരണം എന്താ? ബിക്കോസ് വി നീഡ് ദിസ് ടേം. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ തന്നെ എഴുതും. ആ ഫസ്റ്റ് ടേം കോട്ടെ പ്ലസ് കൊസിക്ക പറഞ്ഞേ മൈനസ് 1 ഇൻറ്റു കൊസിക്ക പ്ലസ് കോട്ടെ ഡിവൈഡഡ് ബൈ. പക്ഷേ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാനൊന്ന് തന്ത്രപൂർവ്വം മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം നമ്മളെ കയ്യിൽ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു സം എ മൈനസ് ബി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എനിക്കിതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തൂടെ? ശരിക്കും ആക്ച്വലി ഇതിന് 2 രീതിയിൽ മൾട്ടിപ്ലൈ ആവും. ബിക്കോസ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ആസ് വാട്ട് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ, ഓക്കെ, പ്ലസ് അടുത്ത് പറഞ്ഞേ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു നെഗറ്റീവ് ബി അല്ലേ? അല്ലെങ്കിൽ മൈനസ് കൊടുത്താലും മതി. മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ബി ഇങ്ങനെ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സി മൈനസ് എ ബി മൈനസ് ബി സ്ക്വയർ മൈനസ് ബി സി ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ആവും. ഇതൊരു മെത്തേഡ്. പക്ഷേ ഇവിടെ നമുക്ക് വളരെ തന്ത്രപൂർവ്വം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു ടേമായിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് സം പി പ്ലസ് സി ഫോമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി അങ്ങനെ ചെയ്തുകൂടെ? അങ്ങനെ ചെയ്തുകൂടെ? അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള നേട്ടം പറയാമോ? ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ടേമായിട്ട് ഞങ്ങൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? പി ഇൻറ്റു എ മൈനസ് ബി പ്ലസ്
സം സി ഇൻറ്റു എ മൈനസ് ബി. ഞാൻ ഇങ്ങനെ എഴുതി. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഞാൻ എന്തിനാണ് എനിക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും? ആർക്കെങ്കിലും പറയാം? ഇങ്ങനെ എഴുതിയതിൻ്റെ ഉപയോഗം എന്താ? വാട്ട് ഈസ് പി ഹിയർ? എന്താണ് പി? പി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ? എന്താണ് ഇങ്ങനെ എഴുതിയാലുള്ള ഉപയോഗം? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഹലോ ഹലോ നിങ്ങൾ എന്താണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത? എന്താ? ഹലോ, നിങ്ങളിത് പറയാം. വാട്ട് ഈസ് പി ഹിയർ? വാട്ട് ഈസ് പി? ഇവിടെ എന്താ പി എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? എ പ്ലസ് ബി. സോ ഇറ്റ് ബിക്കം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇവിടെ നമ്മളൊരു വലിയ എക്സ്പാൻഷൻ നമ്മൾ കുറയ്ക്കും. കാരണം എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ ഇനി ഈ സി ഇൻറ്റു എ മൈനസ് ബി മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതേ ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയേ. ഈ കേസിൽ എന്താ കാര്യം? കോട്ടെ മൈനസ് കൊസിക്കയും ഇവിടെ കോട്ടെ പ്ലസ് കൊസിക്കയും ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ അർത്ഥം ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിൽ വരും. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് കോട്ടെ ഇൻ മൈനസ് കൊസിക്കെ ഇൻറ്റു കൊസിക്കെ പ്ലസ് കോട്ടെ. എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് രണ്ട് സെയിം ആണല്ലോ. അത് നമുക്ക് ഇങ്ങനെ ഉള്ളൂ. പ്ലസ് 1 ഇൻറ്റു കൊസിക്കെ പ്ലസ് കോട്ടെ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? മുകളിലത്ത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. എന്താ കാരണം? ബിക്കോസ് വി റിക്വയർ ദ ആൻസർ കൊസിക്കെ പ്ലസ് കോട്ടെ. അത് അതുപോലെ തന്നെ ഇട്ടു. ഇത് നോക്കിയേ. കോട്ടെ മൈനസ് കൊസിക്കെ ഇൻറ്റു കൊസിക്കെ പ്ലസ് കോട്ടെ. ഇറ്റ് ഈസ് കോട്ട് സ്ക്വയർ എ മൈനസ് കൊസിക് സ്ക്വയർ എ പ്ലസ് 1 ഇൻറ്റു കൊസിക്കെ പ്ലസ് കോട്ടെ ഈസ് കൊസിക്കെ പ്ലസ് കോട്ടെ. അങ്ങനെ കിട്ടും. ഇനി വാട്ട് ഈസ് കോട്ട് സ്ക്വയർ എ മൈനസ് കൊസി സ്ക്വയർ എ? ആർക്കേലും പറയാമോ? കോട്ട് സ്ക്വയർ എ മൈനസ് കൊസി സ്ക്വയർ എ പറയാമോ? എന്താണ് കോട്ട് സ്ക്വയർ എ മൈനസ് കൊസി സ്ക്വയർ എ? -1. വെരി ഗുഡ്. എന്താ കാര്യം? വി നോ കൊസി സ്ക്വയർ എ minus cot square a is equal to 1. So when you take a -1 outside from these two, it become negative cos square a, and negative cot square a become cot square a. So cot square a minus cos square a, which means -1 into 1 is equal to -1. So that's why this become -1. So you apply that cot a plus cosec a minus 1 into cosec a plus cot a the whole divided by -1 plus cosec a plus cot a. But what is cosec a plus cot a plus -1? That is what the numerator cot a plus cosec a minus 1. ഇത് രണ്ടും സെയിം അല്ലേ? അല്ലേ? So that got cancelled and you get the answer cosec a plus cot a. See? കിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഉണ്ടാവും. സി ഹിയർ പ്യുവർലി നമ്മൾ ഇത് മുന്നോട്ട് പോയത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദ RHS. അപ്പോൾ ഈ മെത്തേഡ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ ചോദിച്ചാൽ ഇനി എൻ്റെ കുട്ടികൾക്ക് അറിയണം. ഇതുപോലെ തന്നെ ഇതേ മെത്തേഡിൽ ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടാവും. ഒരു വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇതാണ്. ഇതും അതുപോലെ ഇഷ്ടംപോലെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെയും ഇവിടെ ഡിനോമിനേറ്ററിൽ sec θ മൈനസ് tan θ പ്രിസർവ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആ sec θ tan θ എത്തിയിട്ട് you preserve the sec θ minus tan θ on the denominator and multiply only the numerator so that you got the rest is with cancelled. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
നമുക്ക് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ എന്താ ചെയ്യുക? ടേക്ക് ദ LHS വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ. പിന്നെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ, ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. റൂട്ട് ഓഫ് 1 പ്ലസ് എന്താണ് സൈൻ എ, അതാണല്ലോ അതിൻ്റെ കോൺജുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എ. What is that? ഇത് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ, ആൻഡ് ഡിനോമിനേറ്റർ ആണെങ്കിലോ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. What is that? ഇത് 1 പ്ലസ് സൈൻ എ എന്ന് കിട്ടും ന്യൂമറേറ്റർ, ആൻഡ് ഡിനോമിനേറ്റർ ബിക്കം റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എന്താ? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ. ഇങ്ങനെയും ചോദിക്കാം. പിന്നെ അതിനെ ഒന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കുക. എന്താ? 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ വിച്ച് ഈസ് ഈക്വൽ ടു സി കെ പ്ലസ് എന്താണ് ടാൻ എ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് LHS ഹിയർ? സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ the whole divided by 2 cos cube theta minus cos theta. ഇവിടെ നോക്കിയാൽ sin theta is common in both these terms, so take sin theta outside into 1 minus 2 sin square theta divided by, here it is cos theta common, so take cos theta outside into 2 cos square theta minus 1. ഇവിടെ cos theta by sin theta. What is cos theta by tan theta? Sin theta by cos theta, it is tan theta into. അപ്പോൾ ഇവിടെ tan theta into something you are getting, and anyway it means ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാലേ പറ്റുള്ളൂ. ദാറ്റ് ടു ബി 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ്, ഇത് രണ്ടും ഒന്നാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? അതിന് നിങ്ങളുടെ റിലേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യേണ്ടി വരും. എന്താ? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ മീൻസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പം മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് ഇതിനെ എഴുതാം. ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? പറഞ്ഞേ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ minus 1 which is equal to tan theta into 1 minus sin square theta എന്താ? It is cos square theta minus sin square theta which is divided by, ഇവിടെയും നമുക്ക് cos square theta minus sin square theta കിട്ടണമെങ്കിൽ we take negative one outside. എന്ത് വരും? ഫസ്റ്റ് ടൈം cos square theta തന്നെ, ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഞാൻ നെഗറ്റീവ് സൈൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം നെഗറ്റീവ് ഇൻറ്റു, ഇത് പോസിറ്റീവ് ഒന്നാവും, ഈ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താവും? മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആവും. സോ ഇറ്റ് ബിക്കം ടാൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈ സൈൻ സ്ക്വയർ തീറ്റ. സി രണ്ടും കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, സോ ദാറ്റ് cancels, is equal to tan theta. Another very important question, many times it was asked, ഇതും അങ്ങനെ ഒരുപാട് പ്രാവശ്യം CBSE ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കി, സൈൻ എ പ്ലസ് കൊസീക് ദ ഹോൾ സ്ക്വയർ, ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ വെൻ യു എക്സ്പാൻഡ് ദിസ് LHS, എന്താ കിട്ടുക? സൈൻ എ പ്ലസ് കൊസീക് ദ ഹോൾ സ്ക്വയർ മീൻസ് സൈൻ സ്ക്വയർ എ പ്ലസ് കൊസീക് സ്ക്വയർ എ
പ്ലസ് 2 സൈൻ എ കൊസീക്ക്. അടുത്ത കോസ് എ പ്ലസ് സീക്ക് എക്സ്പാൻഡ് ചെയ്താലോ? കോസ് സ്ക്വയർ എ പ്ലസ് സീക്ക് സ്ക്വയർ എ പ്ലസ് 2 കോസ് എ സീക്ക്. ഇതിൽ സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടെ കൂട്ടി എത്ര കിട്ടും? ദാറ്റ് ഈസ് 1 പ്ലസ് 2 സൈൻ എ കൊസീക്ക്. എത്രയാത്? വാട്ട് ഈസ് സൈൻ എ ഇൻറ്റു കൊസീക്ക്? വാട്ട് ഈസ് സൈൻ എ ഇൻറ്റു കൊസീക്ക്? എന്താണ് സൈൻ എ ഇൻറ്റു കൊസീക്ക്? വാട്ട് ഈസ് കൊസീക്ക്? വാട്ട് ഈസ് കൊസീക്ക്? എന്താണ് കൊസീക്ക്? 1/sin. അപ്പോൾ 2 സൈൻ എ ഇൻറ്റു കൊസീക്ക് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 പ്ലസ് ഇതോ ദാറ്റ് ഈസ് ആൾസോ 2 കോസ് എ ഇൻറ്റു സീക്ക് പ്ലസ് പിന്നെന്താ വരുന്നത്? ബാക്കിയുള്ളത് കൊസീക്ക് സ്ക്വയർ എ പ്ലസ് സീക്ക് സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര? 2 + 2 + 1 ദാറ്റ് ഈസ് 5 പ്ലസ് cosec square a plus sec square, that is 5 plus cosec square a plus sec square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. അപ്പം ഫർദർ സിംപ്ലിഫിക്കേഷൻ ഈസ് നെസസറി എന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, അപ്പോൾ ഇവിടെ കൊസി സ്ക്വയർ എയും അല്ല സീ സ്ക്വയർ എയും അല്ല, ഇവിടെ ഒരു 5 + 2 7 പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് കൊസി സ്ക്വയർ എ? നമുക്ക് കൊസി സ്ക്വയർ എയിൽ നിന്ന് എന്ത് കണ്ടെത്താമെന്ന് അറിയാം? കോട്ട് സ്ക്വയർ എ കണ്ടെത്താം. വാട്ട് ഈസ് കൊസി സ്ക്വയർ എ? അല്ല സോറി, കോട്ട് സ്ക്വയർ എ. ഇറ്റ് ഈസ് കൊസി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. അതുപോലെ തന്നെ സീക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട്, യു ഗെറ്റ് 5 + 1 + 1, that is 7 പ്ലസ് കോട്ട് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ. സോ ദാറ്റ് is the proof. Okay. ഇവിടെയും നമുക്ക് LHS എടുത്ത് നോക്കാം. LHS ഈക്വൽ ടു കൊസിക്ക് മൈനസ് സൈൻ എ, ദാറ്റ് ഈസ് 1/sin a മൈനസ് സൈൻ എ ഇൻറ്റു 1/cos a, ബിക്കോസ് സൈൻ എ ഈസ് ഫർദർ അതിൻ്റെ പ്രൈമറി റേഷ്യോയിലാണല്ലോ, അതുകൊണ്ടാണ് 1/cos a മൈനസ് കോസ് എ. ഇനി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബിക്കം 1 - sin square a by sin a ഇൻറ്റു 1 - cos square a by cos a. So which means 1 - sin square a is what? Cos square a by sin a into, this is sin a, into sin square a by cos a. അപ്പോൾ ഇവിടെ നമുക്ക് ഈ cos a, one of the cos a got cancelled. ഇവിടുത്തെ sin a, one of the sin a got cancelled. So what you get here? Cos a, yeah, what is cos a sin? So further simplification is not possible. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ചോദിക്കാം. Prove that it is cos a sin a. അപ്പോൾ cos a sin a എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഇത്രയും പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ടേം എടുത്ത് നോക്കാം. ഈ RHS എന്ന് എടുത്തു നോക്കാം. വാട്ട് ഈസ് RHS ഹിയർ? അപ്പോൾ ഈ RHS നിന്നും ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാം. 1/tan a plus cot a, that is 1/sin a by cos a plus cos a by sin a, that is 1/sin square a plus cos square a by sin a cos a, which is equal to this one. ആണോ? ടീച്ചേഴ്സ് 12 ദിവസം. ഞാൻ ആദ്യത്തെ 10 ബാക്കി 3 13 ദിവസം അവിടെ നിന്നോളാം. ഞാൻ പക്ഷേ എല്ലാ ദിവസവും എടുക്കും. 10 ദിവസം പിന്നെ ഒരു 3 ദിവസം കൂടെ അവിടെ നിന്നിട്ട് വരാം. ഇല്ല, എനിക്ക് ആ അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ പ്രശ്നം. നമ്മൾ അച്ഛന് വയ്യാത്തല്ലേ, ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ എ cos sin square a plus cos square a, that is 1, which is equal to sin a cos a. Okay, അപ്പോൾ ഇവിടെ രണ്ടും LHS RHS ഈക്വൽ ആയില്ലേ? സോ ദാറ്റ് ends. അപ്പോൾ 1 plus tan square a divided by 1 plus tan square a divided by 1 plus cot square a is equal to 1 what is 1 plus tan square a? Tell me what is 1 plus tan square a? 1 plus tan square a എന്താണ് 1 plus tan square a? നിങ്ങൾ എന്താണ് sec square sec square a by 1 plus cot square a cosec square. Cosec square. So which means sec by cosec tan alle, so it is tan square. So that is the proof here. Ni 1 minus tan a by 1 minus cot a the whole square. Idu engane cheyyam? Parni 1 minus tan a by 1 minus cot a. Idu നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. Of the whole square. Idu endanu? It is equal to 1 minus tan a divided by ഈ കോട്ടയെ ഞാൻ മാറ്റി 1 by tan a ആക്കുക, the whole square, which means എന്താണ് 1 minus tan a by tan a minus 1 the whole divided by tan a the whole square, which means this tan a denominator മുകളിൽ പോകും. അപ്പോൾ എന്ത് വരും? tan square a into 1 minus tan a the whole square divided by tan a minus 1 the whole square. 1 minus tan a the whole square by tan a minus 1 the whole square എന്ന് പറഞ്ഞാൽ എന്താ? It is tan square a into, ഇത് രണ്ടും ഈക്വൽ ആണോ? 1 minus tan a the whole squareും tan a minus 1 the whole squareും സെയിം ആണോ? ആണോടെ? ആണോ? ആണോടെ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? എ മൈനസ് ബിയും ബി മൈനസ് എയും സെയിം ആണോ? ആണോ? എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ സെയിം ആണോ? നോ. അപ്പോൾ പിന്നെ ഇത് സെയിം ആവും. ഹോൾ സ്ക്വയർ. വെരി ഗുഡ്. അതാണ് അതിൻ്റെ റീസൺ. ഇപ്പോൾ നമ്മൾ ഹോൾ സ്ക്വയർ വരുമ്പോൾ എ മൈനസ് ബി ബി മൈനസ് എയും സെയിം അല്ല, ബട്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ, ബിക്കോസ് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? വിച്ച് മീൻസ് -1 സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു a minus b the whole square, which is equal to a minus b the whole square. So a minus b യും b minus a യും തുല്യമല്ലെങ്കിലും when you take the square of that they are one and the same. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? which is equal to tan square. That's all. ഞാനിത് മനഃപൂർവ്വം പിന്നെ നിങ്ങളടുത്ത് ചോദിച്ചിട്ട് യു പീപ്പിൾ ആർ നോട്ട് റെസ്പോണ്ടിങ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു നിങ്ങളിത് പരീക്ഷയ്ക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് എത്ര മാർക്കാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞത്? എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്?